ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു യൂണിലെറ്റ്സ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഒരു മെക്രാമി ബ്രേസ്ലെറ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ എൻ്റെ 2 വീഡിയോസിലും നമ്മൾ മെക്രാമി ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ അതിനായിട്ട് സ്കൈ ബ്ലൂവും ഡാർക്ക് ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ സെൻറ്റർ ത്രെഡ് ഇതുപോലെ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഈ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഫിക്സ് ചെയ്തിട്ട് സൈഡ് ത്രെഡ് ഇതുപോലെ നോട്ടിട്ട് എടുക്കുക. ഈ നോട്ടിടേണ്ടത് ഞാൻ വിശദമായി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ടുള്ളവർ അതിലൊന്ന് പോയി നോക്കുക. ഇത് ഞാനിപ്പോൾ സ്ലോ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് 2 വശത്തും ഫസ്റ്റ് നമ്മൾ ഡാർക്ക് ബ്ലൂ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ നോട്ടിട്ട് ഉറപ്പിച്ച് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോസ് നോക്കിയിട്ട് നമ്മുടെ ത്രെഡ് വർക്കിനെ കുറിച്ച് അറിയാത്തവർ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തവർ ഒന്ന് കമൻ്റ് ഇട്ടേക്കുക. ഞാൻ ഒരു വീഡിയോ കൂടെ വിശദമായിട്ട് ട്യൂട്ടോറിയൽ ചെയ്തു തരുന്നതാണ്. നമ്മൾ മക്രാമി ത്രെഡിൻ്റെ സിമ്പിൾ നോട്ടിങ് ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ നോട്ട്സൊന്നുമല്ല, സാധാരണ രീതിയിൽ തന്നെയാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുറച്ച് ബ്ലൂ ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഫ്ലവർ ബീഡിൽ നമ്മളൊരു റെയിൻ ഡ്രോപ്പ് ബീഡ് ആഡ് ചെയ്ത് അതിങ്ങനെ ഈ മെറ്റൽ വയർ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവർ ബീഡ്സ് ഉണ്ടാക്കുന്നതും കഴിഞ്ഞ വീഡിയോസിലുണ്ട്. ഇത് 1-2 ബീഡ്സ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് അതും ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഫ്ലവർ ബീഡ്സിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈപ്പ് ബ്രേസ്ലെറ്റ് ഇഷ്ടമായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയും ഏത് കളറാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ബ്ലൂ ഗ്രീനൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കളേഴ്സ് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ദയവ് ചെയ്ത് ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഈ വീഡിയോസ് ഉണ്ടാക്കേണ്ട പ്രചോദനം കിട്ടുക. നമ്മൾ ഈ ത്രെഡും ബാക്കിയുള്ള ബീഡ് മെറ്റീരിയൽസ് എല്ലാം ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ക്രാഫ്റ്റ് ഷോപ്പുകളിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ 2 ത്രെഡ് ഒരുപോലത്തെ ലെന്തിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. സെൻറ്ററിൽ വെച്ചിരിക്കുന്നതും മടക്കിയും മറ്റേത് അതുപോലെ തന്നെ 2 സൈഡിലും ഒരേപോലെ എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. 45 സെൻറ്റിമീറ്റർ എടുത്താൽ മതിയാകും. ലാസ്റ്റ് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്ത് ഉരുക്കി കൈകൊണ്ട് അമർത്തിയാൽ മതി, അത് പ്രസ്സായിക്കോളും. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ സ്ലൈഡിങ് നോട്ട് ഉണ്ടാക്കണം. ഇതിന് ഒരു ലോക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ 2 വശത്ത് ത്രെഡും എടുത്ത് നമ്മളൊരു 30 സെൻറ്റിമീറ്ററിലുള്ള ഒരു ത്രെഡ് എക്സ്ട്രാ എടുത്ത് ഇതുപോലെ സെയിം നോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ നോട്ട് സ്ലൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതും 2 വശം കട്ട് ചെയ്യുക. ലൈറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ബേൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കി കിടന്ന നമ്മുടെ ബാക്കി ത്രെഡിൻ്റെ വശങ്ങളെല്ലാം ഇതുപോലെ നോട്ടിട്ട് കൊടുത്തിട്ട് നമ്മളതും ഇങ്ങനെ ലൈറ്റർ യൂസ് ചെയ്ത് ഉരുക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി. ഈ ബ്രേസ്ലെറ്റ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.
ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.